രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ റേപ്പ് കേസാണുള്ളതെങ്കിലും ബോണസായിട്ട് 2 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. പരാതിക്കാരിയുടെ ഫോൺ സംഭാഷണത്തിൽ പരാതിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിതിന് ഇങ്ങനെയല്ലായിരുന്നു, നിങ്ങളൊത്തിരി മാറി എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊത്തിരി മാറി, ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ സ്നേഹമില്ല, മുമ്പ് നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് പരാതിക്കാരി തന്നെ പറയാതെ പറയുകയാണ്. കുട്ടി ഉണ്ടാകുന്നവരെ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. കുട്ടി ഉണ്ടായതിനു ശേഷം ആ സ്നേഹം പോയി എന്നാണ് പരാതിക്കാരി പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഉഭയസമ്മതമുള്ള റിലേഷനാണെങ്കിൽ പിന്നെ അതെങ്ങനെ റേപ്പായി? പരാതിക്കാരി വിവാഹിതയാണ്, നിലവിൽ ലീഗലി വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പരാതിക്കാരിയും തമ്മിലുള്ള ഉഭയസമ്മതമുള്ള റിലേഷൻ ഒരു അവിഹിത ബന്ധമാണ്. ഈ അവിഹിത ബന്ധം പരാതിക്കാരുടെ സ്വഭാവശുദ്ധിയെ താഴ്ത്തിക്കാട്ടും എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പരാതിക്കാരിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം ചെയ്ത് കുട്ടി ഉണ്ടാക്കാൻ നിർബന്ധിച്ചു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, പിന്നെ അവർ വേറെ പിരിഞ്ഞു. അപ്പോൾ ഈ പരാതിക്കാരിക്ക് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പരാതി കൊടുത്താൽ അവർ സമ്മതമുള്ള റിലേഷനാണെന്ന് പറഞ്ഞാൽ അതിൽ കഴമ്പുണ്ടാവില്ല, ആ പരാതിയിൽ കഴമ്പുണ്ടാവില്ല. അതുകൊണ്ട് റേപ്പ് എന്ന ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു എന്ന ഒരു വിഷയം അതിൽ കൊണ്ടുവന്നത്. എല്ലാ പരാതികളിലും റേപ്പ് എന്ന് പറയുന്നത് വ്യാജമാണെന്ന് പറയുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. FIR-ൽ പീഡിപ്പിച്ചു എന്നാണ്, റേപ്പ് എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇനി കോടതിയിലെത്തുമ്പോൾ ആ മൊഴിയിൽ തന്നെ പരാതിക്കാരി ഉറച്ചു നിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാം, അത് ഉഭയസമ്മതമുള്ള റിലേഷനാണെന്ന് പറയാം. എന്നാൽ പോലും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. അത് അതിൻ്റെ ഗൗരവം, ആ തെറ്റിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ഇത് ഈ റേപ്പാണോ അല്ലെങ്കിൽ കൺസെൻ്റ് ആണോ എന്ന് കോടതിയിൽ കണ്ടു തന്നെ അറിയണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ ഏതൊരാണിനും പെണ്ണിനും ഒരുമിച്ച് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാനുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. എന്നാൽ ആ വിധിയിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള BNS സെക്ഷൻ 84 പ്രകാരം വിവാഹിതയായ ഒരാളുടെ ഭാര്യ മറ്റൊരു പുരുഷൻ്റെ കൂടെ തെറ്റായ ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ, കണ്ടാൽ പോലും ഭർത്താവ് പരാതിപ്പെടുകയാണെങ്കിൽ 2 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. ആ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ പരാതിക്കാരുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 2 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മണ്ടനാണെന്ന് കരുതുന്നില്ല. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ഒരാളാണ്, രാഷ്ട്രീയത്തിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നിയമത്തെക്കുറിച്ചും അത്യാവശ്യം ബോധവാനായിട്ടുള്ള ഒരാളാണ് എന്നാണ് കരുതുന്നത്. അങ്ങനെ ഒരാൾ ഒരു അവിഹിത ബന്ധത്തിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പരാതിക്കാരി പറഞ്ഞ് വിശ്വസിപ്പിച്ചതായിരിക്കാം, വിവാഹം എന്ന് വേർപെടുത്തിയെന്ന് വിശ്വസിപ്പിച്ചതായിരിക്കാം, തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. പക്ഷേ എന്നാൽ പോലും അതിനൊന്നും പ്രസക്തിയില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവശുദ്ധി എന്നാൽ നല്ലതാണെന്നും പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതിക്കാരിപ്പെടുത്തിയതാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം അത് അറിയിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു സ്ത്രീ ലീഗലി പരാതിയായിട്ട് വന്നില്ലെങ്കിലും പരാതിയായിട്ട് വന്നു, ഇപ്പോൾ രണ്ടാമതൊരു സ്ത്രീ വന്നു. റിലേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഗർഭം ഉണ്ടാക്കിയിട്ട് ബ്രേക്കപ്പ് ആവാൻ നോക്കിയാൽ ഇങ്ങനെ ഓരോരുത്തരായിട്ടും ഇങ്ങനെ പരാതിയായിട്ട് വരും. ഇനിയും പരാതിയായിട്ട് ആരും വരില്ലെന്ന് എന്താ ഉറപ്പ്? പരാതികൾ ഏറ്റുവാങ്ങാൻ രാഹുലിൻ്റെ ജീവിതം പിന്നെയും ബാക്കി.